ഇത്രയും വലിയ എക്സ്പോർട്ട് ഓർഡർ ഒന്നും പെട്ടെന്ന് കിട്ടില്ല. ശുക്ല സാറേ, കഴിഞ്ഞ വർഷത്തിന്റെ നമ്മുടെ മെറ്റീരിയലിലെ വില വളരെ അസ്ഥിരമായിരുന്നു. ഈ വർഷം എങ്ങനെയായിരിക്കും? ഏയ് സർ, എനിക്ക് ഈ ഓർഡർ കിട്ടിയിട്ട് 3 മാസമായി. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടിയെ പെട്ടെന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ഓർഡർ തന്നെ ക്യാൻസൽ ആയി പോകും കേട്ടോ. നമ്മൾ ഓർഡർ ഫൈനൽ ചെയ്യാം, പക്ഷേ യഥാർത്ഥ ലാഭം ഉണ്ടാക്കാൻ റാ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിക്കുക അത് നമ്മൾ തീരുമാനിക്കണം. തുടക്കത്തിൽ വില കുറവായിരിക്കും, പക്ഷേ ഓർഡർ പ്രോസസ് ആവുമ്പോൾ വില കൂടും. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത് CFO സർ? മാർക്കറ്റിൽ എപ്പോഴും ഇതുപോലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ലോകത്ത് എപ്പോഴൊക്കെ കമ്മോഡിറ്റിയുടെ വില കൂടുന്നുവോ സാധാരണക്കാർക്കപ്പോൾ വലിയ വില കൊടുത്ത് സാധനം വാങ്ങേണ്ടി വരും. എപ്പോഴൊക്കെ വില കുറയുന്നുവോ അപ്പോഴത് കർഷകരെയും ബാധിച്ചു തുടങ്ങും. ഇത് ഒഴിവാക്കാനായിട്ടാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കമ്മോഡിറ്റി ഹെഡ്ജിങ് ചെയ്ത് റോ മെറ്റീരിയലിന്റെ എക്സ്പോഷർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കമ്മോഡിറ്റി ഹെഡ്ജിങ്ങിന്റെ എന്താ ആവശ്യം? വളരെ അധികം ഗുണമുണ്ട് അതിൽ. നമ്മുടെ വരാൻ പോകുന്ന റോ മെറ്റീരിയലിന്റെ വിവരത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതാണ്. കമ്മോഡിറ്റിയുടെ 3 മാസം കഴിഞ്ഞുള്ള വില പോലും നമുക്ക് എക്സ്ചേഞ്ചിലൂടെ ഇപ്പോൾ തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതുമാത്രമല്ല, അതിന്റെ ഡെലിവറിയും എടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല. എനിക്കിപ്പോ റാ മെറ്റീരിയൽസിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ഇത് എന്റെ ബിസിനസിനെ കൂടുതൽ ശക്തമാക്കും, അല്ലേ? വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഹെഡ്ജിങ്ങിൽ ഉണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലൂടെയുള്ള ലാഭനഷ്ടങ്ങൾ വെച്ച് നികത്താൻ സാധിക്കുന്നതാണ്. ഇത് നല്ല കാര്യമല്ലേ? നമ്മൾ മേക്കിംഗ് ഇന്ത്യയിൽ ചെയ്താൽ ഹെഡ്ജിങ് ഇന്ത്യ തീർച്ചയായിട്ടും ഡെവലപ്പ് ആവും. പ്രൈസ് ഇൻ ഇന്ത്യ ആൻഡ് ട്രേഡ് ഇൻ ഇന്ത്യ. CFO സർ, 3 മാസം കഴിച്ച് ഈ അഗ്രിമെന്റ് ഇട്ടോ. പിന്നെ ശുക്ല, ഈ ഓർഡറിനെ നിങ്ങൾ കൺഫേം ചെയ്തോ? നിങ്ങളുടെ ബിസിനസ് ശക്തവും സുസ്ഥിരവുമാക്കാം. എക്സ്ചേഞ്ചിലെ കമ്മോഡിറ്റിയുടെ റിസ്കിങ്ങിനെ തീർച്ചയായും നിങ്ങൾ ഹെഡ്ജ് ചെയ്ത് സംരക്ഷിക്കുക തന്നെ വേണം.